ചാനൽ. നമ്മളുടെ ലെറ്റ്സ് പ്ലേ പാർട്ട് 2 ആണിത്. ഇതാ ഇതിൽ ഞാൻ ഒരുപാട് അപ്ഗ്രേഡേഷൻ ഓഫ് ക്യാമറയിൽ കുറേ അപ്ഗ്രേഡ് ചെയ്തു. നമ്മൾ ഇതാ സ്റ്റീവിൻ്റെ തല എടുത്ത് വെച്ചിട്ടുണ്ട് ഇവിടെ. പിന്നെ ഇതാ ബെഡ് സെറ്റ് ചെയ്തു, ഫർണസ്, ആൻവില്, പിന്നെ ഇതാ ക്രാഫ്റ്റിംഗ് ടേബിൾ, എൻഷാൻറ്റിങ് സെറ്റപ്പ്, ചെസ്റ്റ്, പുറത്ത് വന്ന നെതർ പോർട്ടൽ. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ലാവ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നമുക്ക് 1 സ്റ്റാക്കിൻ്റെ അടുത്ത് അയൺ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഓഫ് ക്യാമറയിൽ പോയപ്പോൾ പിന്നെ എനിക്ക് അയൺ കിട്ടി. അങ്ങനെ ഞാൻ അത് റെഡിയാക്കി. പിന്നെ ഇവിടെ ഒരു സ്വിച്ച് ഉണ്ടാക്കി വാതിൽ തുറക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇത് ഈ കാണിച്ചൊക്കെ തന്നെ. പിന്നെ ഒരു സർപ്രൈസ് ഉണ്ട് എല്ലാവർക്കും, നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്തതാണ്. കാണിച്ചു തരാം. റിവീൽ ചെയ്യുമ്പോൾ ഇത്തിരി നല്ല സ്ഥലത്ത് നിന്ന് റിവീൽ ചെയ്യണം. ഡയമണ്ട് കിട്ടി ഗൈസ്. നമുക്കിനി ഒരു പിക്ചർ ബോർഡ് സെറ്റ് ചെയ്തിട്ട് ഡയമണ്ട് അതിൽ സെറ്റ് ചെയ്ത് വെക്കണം. നമുക്കിനി കിട്ടാനൊന്നും ബാക്കിയല്ല. നെതറൈറ്റ് തന്നെ ഇനി കണ്ടുപിടിക്കാമല്ലോ. നെതർ പോർട്ടലും റെഡി ആയിട്ടുള്ളത്. നമുക്ക് പോവാം. ഫ്ലിൻറ്റ് കഴിഞ്ഞ വീഡിയോയിൽ ഫ്ലിൻറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു നമുക്ക്. അതുകൂടെ അയണും കൂട്ടിയിട്ട് ഫ്ലിൻറ്റ് ആൻഡ് സ്റ്റീൽ ഉണ്ടാക്കി. പിന്നെ ഷിയറും ഉണ്ടാക്കി. ഈ വാതിൽ തുറക്കുന്നതാണ് ചോറ. ഇവിടെയും കൂടി ഒരു പ്രഷർ പ്ലേറ്റ് വെക്കണം. പിന്നെ നമുക്ക് ഒരുപാട് എൻഷാൻറ്റഡ് ബുക്ക് കിട്ടി. പിന്നെ ഇതാ ഫുൾ ഡയമണ്ട് ടൂൾസ്. അയ്യോ, ഏതോ സോംബിയുടെ ശബ്ദം. നമുക്ക് എന്തായാലും നെതർ പോവാനുള്ള എടുക്കാം. പിന്നെ 2 ബോ ഉണ്ടാക്കിയിട്ടുണ്ട്. നല്ല ഒരുപാട് വുഡൊക്കെ കളക്ട് ചെയ്തു. യെസ് ഗൈസ്, പോർട്ടൽ റെഡി. നമുക്ക് ആർമർ ഊരി വെച്ചിട്ട് പോവാം. അത് റീസ്പോൺ സെറ്റ് ചെയ്തിട്ട് പോകണോ? അതായിരിക്കും ഇത്തിരി കൂടി നന്നാവുക. നമ്മൾ ഇന്ന് രാത്രി കഴിഞ്ഞിട്ട് പോവാം. ഇത് മാറ്റി വയ്ക്ക്. ആർമർ ഇപ്പോൾ ഊരി വെച്ചിട്ട് പോവാ ഗൈസ്. ലെതർ കയ്യിലുണ്ടോ? ലെതർ എടുക്ക്. കുറച്ച് സ്റ്റിക്ക് കൊടുക്ക്. ഫുഡ് മൊത്തം തീർന്നു അല്ലേ? ക്രാഫ്റ്റിംഗ് ടേബിൾ ആൻഡ് ഇനി സ്റ്റിക്കാണ് വേണ്ടത്. സ്റ്റിക്ക് ഉണ്ടാക്കാൻ സ്റ്റിക്കിന് വുഡുണ്ടോ? അതെങ്കിലും വുഡില്ല ഗൈസ്. മിക്കവാറും പോയി വെട്ടിയിട്ട് വേണ്ടി വരും. നമുക്ക് എന്തായാലും ആർമറൊന്ന് ഊരിയിട്ട് ചെസ്റ്റിൽ വെക്കണം. ഡയമണ്ട് ബ്ലോക്ക് ഒരുപാട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അയൺ പിന്നെ പകുതി മുക്കാലിൽ ഞാൻ തീർത്തു. അതായത് ഈ അയൺ ഡോറൊക്കെ ഉണ്ടാക്കിയിട്ട്. പിന്നെ ആൻവൽ ഉണ്ടാക്കി, കുറച്ച് ടൂൾസ് ഉണ്ടാക്കി. ഇനി ആർമർ ഓരോന്നായിട്ട് ഊരാം. എസ് ഗൈസ്, ഇനി ആർമറൊക്കെ ഇവിടെ തന്നെ സെറ്റ് ചെയ്യാം. നമുക്ക് ആക്സ് മാത്രം എടുക്കാം, പോവാം. നമ്മൾ പോണത് മരം വെട്ടാൻ. ഇനി കേവ് പോയിട്ട് കുറച്ച് കണ്ടുപിടിക്കാം. പിന്നെ ഈ മരം ഞാൻ പറഞ്ഞല്ലോ സാൻഡ് ഉരുക്കിയിട്ട് ഗ്ലാസ് വയ്ക്കണമെന്ന്. ഗ്ലാസ് ഞാൻ ഇതാ അവിടുന്ന് സാൻഡ് ഉരുക്കി എടുത്തായിരുന്നു. അതിൻ്റെ കൂട്ടത്തിലൊരു മരം വെട്ടി. പക്ഷെ അതൊക്കെ തീർന്നു. ഇതൊക്കെ ഒരുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഫർണസിലിട്ടിട്ട് അത് തീർന്നു. പിന്നെ ഞാൻ ഇവിടെ വേറൊരു സംഭവം കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു പശു സ്പോണർ ഉണ്ട് ഗൈസ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ശ്രദ്ധിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. ഒരു പശു സ്പോണർ. ഞാൻ ആദ്യമായിട്ടാണ് പശു സ്പോണർ കാണുന്നത്. നമുക്ക് ഫുഡ് ആവശ്യത്തിലധികം ഇവിടുന്ന് ഫ്രീ ആയിട്ട് കിട്ടും.
അതുകൊണ്ട് നമുക്കിനി പ്രശ്നമേ ഇല്ല. നമുക്കിനി വെറുതെ ഫുഡുള്ളതറും ആവശ്യത്തിലധികം കിട്ടും ഗൈസ്. എത്ര കൊന്നാലും ഇതൊന്നും ചാവില്ല. ക്രീപ്പർ വരുന്നുണ്ട്. ഓടിക്കോ. ക്രീപ്പറിന് വെള്ളത്തിൽ സ്പീഡ് കൂടുതലാണ് ഗൈസ്. അപ്പോൾ വേഗം ഓടാം. നമുക്ക് ഓടിയിട്ട് ഇവിടുന്ന് സ്കൂട്ടാവാം. എൻ്റെ പൊന്ന്, എൻ്റെ പേര് സുധി, അല്ല എൻ്റെ പേര് റോക്കി. എന്തൊക്കെയാണ് ഞാൻ പറയണേ? എൻ്റെ പേര് റോക്കി ദാന കിങ്. കിട്ടിയില്ല. ഇനി കുഴപ്പമില്ല, ആവശ്യത്തിനൊക്കെ ഉണ്ട്. ഇനി മരം വെട്ട വീണ്ടും. മരത്തിനാണ് വേറൊന്നും കിട്ടാത്ത. മരത്തിന് പകരം ഡയമണ്ട് ടൂൾസ് ഉണ്ടാക്കണമെങ്കിൽ മരം വേണം. നമുക്കിപ്പോൾ ആവശ്യത്തിലധികം ഡയമണ്ട് ഉണ്ട്. ഇനി നെതറൈറ്റ് കണ്ടുപിടിക്കലാണ് അടുത്ത ടാസ്ക്. അപ്പോഴേക്കും നമ്മൾ ഇത്തിരി വുഡൊക്കെ സെറ്റ് ചെയ്ത് ഫുഡ് റെഡിയാക്കി റീസ്പോണ് സെറ്റ് ചെയ്ത് ഇനി അങ്ങനത്തെ സംഭവങ്ങളെ സെറ്റ് ചെയ്യുള്ളൂ. അത് റീസ്പോണൊക്കെ നമ്മൾ എന്തെങ്കിലും പറ്റിയിട്ട് ഇതായി കഴിഞ്ഞാൽ നമ്മൾ റീസ്പോൺ ആവുന്ന സ്ഥലം ഇവിടെ തന്നെ ആക്കണം. പിന്നെ നമ്മളുടെ ഷിയർ ഞാൻ ഓൾറെഡി റെഡിയാക്കിയിട്ടുണ്ട്. ഷിയർ ഒരെണ്ണം കൂടി ഉണ്ടാക്കണോ? ആവശ്യമൊന്നുമില്ല. കുരങ്ങൻ്റെ ഒരു ശബ്ദം കേട്ടതുപോലെ. ഓ, ഇത്രേ ഉള്ളൂ. മരമൊക്കെ ചെറുതായിപ്പോൾ. ഇനി മരമൊക്കെ വളർന്നു വരും, അത് വേറെ കാര്യം. നമുക്കിനി മരം വെട്ടാം. 12 വുഡ് ആയുള്ളൂ. 13. നമുക്കിത്തിരി ടാസ്ക് ആണ് എങ്കിലും. പിന്നെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ അവിടെ കണ്ടൊരു വഴി അതും ഞാൻ ശരിയാക്കിയിട്ടുണ്ട്. ഇന്നലെ ഓഫ് ക്യാമറയിൽ 2 മണിക്കൂറിൻ്റെ അടുത്ത് ഞാൻ കളിച്ചിട്ടുണ്ട്. 2 അല്ല, അതിൽ കൂടുതൽ. പിന്നെ രാത്രി ഇരുന്ന് കളിച്ചു. നല്ല കഷ്ടപ്പെട്ടിട്ടാണ് ഡയമണ്ട് കണ്ടുപിടിച്ച്. പക്ഷെ നമുക്ക് നിറയെ ഡയമണ്ട് കിട്ടിയത് കൊണ്ട്, അതായത് ഡയമണ്ട് ഉള്ള സ്ഥലത്ത് തന്നെ ഞാൻ മാറ്റി ഇതാക്കിയപ്പോൾ എനിക്ക് കൂടുതൽ ഡയമണ്ട് കിട്ടി. അങ്ങനെ 26 വുഡ്, 26 അല്ല 29, 30. ഒരു സ്റ്റാക്ക് ആകണമെങ്കിൽ ഇനി ഒരു 30 എണ്ണം കൂടി. ഇതുപോലത്തെ ഒരു മരം കൂടി, അങ്ങനത്തെ ഒരു 2 മരം കൂടി കിട്ടിയാൽ 30 റെഡി. പോവാം നമുക്ക്. ഇതാ നമ്മുടെ നെതർ പോർട്ടലൊക്കെ അവിടെ കത്തി നിൽക്കുന്നുണ്ട്. ഒരു പശുവിനെയും കൂടി എടുത്തിട്ട് പോവാം. ഇവിടെ പിന്നെ നമ്മൾ ഇന്നലെ വെച്ച ക്രാഫ്റ്റിംഗ് ടേബിൾ ഇപ്പോഴും ഇവിടെ ഉണ്ട്. ഇനി നമുക്ക് മറ്റേതുണ്ടാക്കാം. ഇതിന് ലെതറും സ്റ്റിക്കും അല്ലേ ഉണ്ടല്ലോ. ഇനി എന്തുണ്ടാക്കാൻ പറ്റാത്ത? സ്റ്റിക്ക് ഉണ്ടാക്കിയില്ലായിരുന്നു നമ്മൾ. സ്റ്റിക്ക് നിറച്ചങ്ങോട്ട് ഉണ്ടാക്കുക. 5 എണ്ണം ഉണ്ടാക്കുക കൈസ്. ഇനി എല്ലാ ലെതറും കൊണ്ട് മൊത്തം ഉണ്ടാക്കി. നെതർ പോർട്ടലിൻ്റെ ശബ്ദം ഇവിടെ കേൾക്കണം. നമ്മുടെ കയറാനുള്ള വഴി എവിടെ? ഇതവിടെ. ഈ മരം കൊണ്ട് കിട്ടിയാലോ? വേണ്ട, പാവം. ആ മരമാണ് നമ്മുടെ ബേസിൻ്റെ തണൽ. നല്ല ചൂടുണ്ട് കൈസ് നമ്മുടെ ബേസിലിപ്പോൾ. നമ്മൾ റീസ്പോൺ പിന്നെ ഇവിടെ സെറ്റ് ചെയ്ത് തോന്നുന്നു. പക്ഷെ അത് റെഡി ആയില്ല എന്ന് സംശയം. ഞാൻ എന്താ തുറക്കാതെ നമുക്ക് സ്വിച്ച് ഞെക്കണം. യെസ് ഗൈസ്, ഉള്ളിലെത്തി. അതിന് പിക്ചർ ബോർഡ് സെറ്റ് ചെയ്യാം നമുക്ക്. ബാക്കടിക്ക്. ഈ 5 എണ്ണം ഞാൻ ഇവിടെ ഇങ്ങനെ നിരത്തി വയ്ക്കും. മാപ്പ് ഉണ്ടാക്കി വെച്ചാലോ, അതായിരിക്കും ഇത്തിരി കൂടി ലുക്ക് വരിക. അപ്പം എന്തായാലും രാത്രിയായി. നാളെ രാവിലെ നമുക്ക് നെതർ പോവാം. ഇല്ല, ആയിട്ടില്ല. ആവാൻ ഇനി കുറച്ചും കൂടി ടൈം എടുക്കും തോന്നുന്നു. അപ്പോൾ നമുക്ക് ഇവിടെ ആയിട്ട് നമ്മുടെ മാപ്പ് സെറ്റ് ചെയ്യണം. പിന്നെ ഒരു ഡയമണ്ട് ബ്ലോക്കും ഇതിൽ സെറ്റ് ചെയ്യണം.
യെസ് ഗൈസ്, മാപ്പിന് ഇനി പേപ്പർ വേണം. പേപ്പർ വേണമെങ്കിൽ ഷുഗർ കെയിൻ വേണം. ഷുഗർ കെയിനിന് എന്തൊക്കെ ചെയ്താലാണ് പേപ്പർ ആവുമെന്ന് തോന്നുന്നു. പിന്നെ അതാ ഇവിടെ ആയിട്ട് നമ്മുടെ ആദ്യത്തെ ഡയമണ്ട് എടുത്തിട്ട് അങ്ങോട്ട് വെക്കാം. ആദ്യത്തെ ഡയമണ്ട് ഏതാണെന്ന് കൃത്യമായി കിട്ടാൻ സാധ്യതയില്ല. പക്ഷെ ഒരു ഡയമണ്ട് എടുത്തിട്ട് അതിൽ പ്ലേസ് ചെയ്യണം. അതെ ഗൈസ്, അപ്പോഴാണ് ഒരു ലക്ഷറി ലുക്ക്. ഇനി നേരെ റീസ്പോൺ സെറ്റ് ചെയ്യാം. കടന്നുറങ്ങിയിട്ടുണ്ട്. രാവിലെ ആയി കഴിഞ്ഞാൽ ടൂൾസ് മാറ്റുക, നേരെ നെതർ. ഒരു 60 സാധാ ടൂൾസാണ് ഞാൻ എടുക്കണല്ലോ. റീസ്പോണും സെറ്റായി. ഇനി ഇത് മീറ്റ് കുക്ക് ചെയ്തിട്ട് നമുക്ക് മെല്ലെ സ്കൂട്ടാവാം ഇവിടുന്ന്. ഇത് ഫുള്ള് കുക്ക് ചെയ്യാൻ ഇടാം. പിന്നെ ഇവിടെ കുറച്ച് ഫുഡ് ഇട്ടെടുക്കുക. 4 ഫുഡ് ഇട്ടിട്ടുണ്ട്, അത് മതിയായില്ല, കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം. 10 കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, കറക്റ്റാണ്. അതായിക്കോട്ടെ. ഇനി നമുക്ക് ആൻവില്ല് വെച്ചിട്ട് ഞാൻ എൻഷാനിൻ്റെ ടേബിൾ സെറ്റ് ചെയ്തു. അത് ഞാൻ കാണിച്ചു തരാൻ പറഞ്ഞു. ഇപ്പം നമ്മൾ ഡയമണ്ട് ടൂൾസ് എടുക്കണോ വേണ്ട എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം റീസ്പോണ് റെഡിയായി. ഒരു 60 ബ്ലോക്ക് ഇരുന്നോട്ടെ കയ്യിൽ. എന്താണ് അറിയോ, ഫോർ സേഫ്റ്റി. ബാക്ക് പിന്നെ കുറച്ച് ഫുഡ് മിക്കവാറും ആയി കാണും. ഇനി 7 ഉണ്ട്, നമുക്ക് 4 മതിയായിരിക്കും. ഇപ്പോൾ 1 എടുത്ത് കഴിക്കാം. ഫുള്ളായിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് 3 കയ്യിലിരുന്നോട്ടെ. നമുക്ക് പോവാം നെതറിലേക്ക്. വി ആർ റെഡി ടു ഗോ നെതർ. യെസ്, നെതർ പോകാൻ നമ്മൾ റെഡി ആയിട്ടുണ്ട്. ഓ, അതിൻ്റെ വലുപ്പം നോക്ക്. എന്നാലും എത്ര കഷ്ടപ്പെട്ട് അറിയാം ഉണ്ടാക്കാൻ. അപ്പോഴേക്ക് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന കുറച്ച് വുഡും പോയി കിട്ടി. ഓ, നെതറിൽ വേറെ എവിടെയോ ആണ് ഞാൻ എത്തിപ്പെട്ടത്. ഒമ്പോ, ആദ്യം തന്നെ ആരാ ലൈഫ് പോയി. അവിടെ ബ്ലോക്ക് ഇരിക്കണേ കൊണ്ടാണോ? നെതർ ബ്ലോക്ക് എടുക്കാനുള്ള സാധനങ്ങൾ നമ്മൾ എടുക്കാൻ പറഞ്ഞു കേട്ടോ. ഇതെന്തായാലും ഒന്ന് പൊട്ടിച്ചു, അല്ലെങ്കിൽ അതവിടെ ഇരിക്കട്ടെ. നമുക്കിനി വല്ല ഫോർട്രസ്സോ എന്തെങ്കിലും ഉപകാരത്തിൽപ്പെടുന്നത്. കാസ്റ്റിൻ്റെ അടി കൊണ്ടാ. പറഞ്ഞു തീർന്നില്ല, അടി കൊണ്ട്. കാസ്റ്റിനെ ടൈം ചെയ്യാൻ പറ്റുമോ? പറ്റും, പക്ഷെ എങ്ങനെയെന്ന് അറിയില്ല. അവിടെ ഫോർട്രസ് ഉണ്ടോ ഒരു സംശയം. ഇവിടുന്ന് അമ്മോ നല്ല കിട്ടി. നൈസിൽ നമുക്ക് വീട്ടിൽ പോവാം. അമ്മോ, പിന്നെ ജീവനും കൊണ്ട് ഞാൻ ഇവിടെ എത്തി. ഇനി അയ്യോ, ആ ലെതറും കൊണ്ടുള്ള സാധനം ഒരെണ്ണം കൂടി ഉണ്ടാക്കിയിട്ട് അതിൽ നമ്മുടെ ആദ്യത്തെ നെതർ ബ്രിക്കും കൂടി വെക്കണം. ഇനി 5 ലെതർ ഇരിക്കണ്. അപ്പം ഇനി ഒരു 5 കൂടി മറ്റേ സാധനം ഉണ്ടാക്കാം. സ്റ്റിക്കർ 7 ഉണ്ട്, അതൊക്കെ മതിയായിരിക്കും. നമുക്ക് ഈ 31 കൂടി എടുക്കാം, എവിടെയെങ്കിലും ആവശ്യം വന്നാലോ. നെതർ പോയി കുടുങ്ങിയിട്ട് വന്നിട്ടുണ്ട് നമ്മൾ. 30 തന്നിട്ട് നമുക്ക് എന്താ ഉണ്ടാക്കണ്ടേ? മറ്റേ നെയിം ബോർഡല്ലേ, നെയിം ബോർഡ് എന്ന് പറയണം. മറ്റേ സാധനം. അതിന് നിറയെ സ്റ്റിക്ക് വേണമെന്ന് തോന്നുന്നു. 5 പറ്റുമോ നമുക്ക്? 5 ലെതറേ ഉള്ളൂ. പശു സ്പോണർ കണ്ടുപിടിച്ചോ, എന്തായാലും നന്നായി.
പശു സ്പോണറും കൊണ്ട് കുറേ ഗുണമുണ്ട്. ഇത് നമുക്ക് ഇനി നമ്മുടെ വാള് നിറച്ച് സെറ്റ് ചെയ്യാം. ഈ ഒരു വാള് ഞാൻ പ്രത്യേകിച്ചൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല. ഇവിടെ എൻ്റെ നേട്ടങ്ങൾ വയ്ക്കാനാണ്. 3 മതി. ഇനി മാപ്പ് ഉണ്ടാക്കണമെങ്കിൽ ഇതിൽ നമ്മളുടെ ആദ്യത്തെ നെതർ ബ്രിക്ക് അങ്ങോട്ട് വയ്ക്കാം. യെസ് ഗൈസ്, നമ്മൾ ഇമ്പോർട്ട് ചെയ്ത് കൊണ്ടുവന്ന നെതർ ബ്രിക്ക് കയറ്റിയിട്ടുണ്ട്. ഇനി മറ്റേത് തിരിച്ചു വയ്ക്കി, സ്റ്റിക്ക് തിരിച്ചു വയ്ക്കി, ബ്ലോക്ക് തിരിച്ചു വയ്ക്കി. യെസ് ഗൈസ്, നമുക്ക് സോഡും ഒരു ആക്സും കൂടി എടുക്കാം. എന്നാലും പിന്നെ അയൺ പിക്കാക്സ് എൻ്റെ തീർന്നു. ഇത്ര ഡയമണ്ട് കണ്ടുപിടിച്ചതുകൊണ്ട് പിന്നെ ഞാൻ ഉണ്ടാക്കാൻ നിന്നില്ല ഡയമണ്ട് പിക്കാക്സ് വരെ. ആക്സ് എവിടെ? ആക്സ് ഇതായിരിക്കണം. 29 ഡയമണ്ട് ഉണ്ട്. ഓ, ഇനി നമുക്ക് പേടിക്കാണ്ട് പോവാം, കാരണം സ്പോൺ. അതിന് മുമ്പ് വേറൊരു പണിയും കൂടി സെറ്റ് ചെയ്യാണ്ട്. വാ, അതെന്താന്ന് നിങ്ങൾക്കറിയില്ലല്ലോ, പറഞ്ഞുതരാം. നാല് ബ്ലോക്ക് കിട്ടിയുള്ളൂ. അപ്പം 4 ബ്ലോക്ക് ഹൈറ്റിലാണ് ഇതിരിക്കണത്. ഞാൻ ഇത്തിരി ഹൈറ്റൊക്കെ പ്രതീക്ഷിച്ചു. കുഴപ്പമില്ല, പോവാം. ഇനി വേറെ വല്ല സ്പോണറും കിട്ടുമെന്ന് അറിയില്ല. അവിടെ സ്പോണർ വല്ലതും ഉണ്ട്. നമ്മൾ നടക്കാത്തതിന് വീടിൻ്റെ 2ാം നിലയാണ്. 2ാം നില നമുക്ക് അവിടെ എന്താ അവിടെ മറ്റേ മഷ്റൂം. ഇനി നമുക്ക് വേണ്ടത് വുഡ് കണ്ടുപിടിക്കാം അല്ലേ. ഫുഡ് കുറച്ചും കൂടി ഉണ്ടാക്കി വെച്ചാൽ പിന്നെ ഇവിടെ എവിടെയോ നമ്മുടെ ബേസ് എവിടെ? ബേസിൻ്റെ അവിടെ ഒരു മരത്തുനിന്ന് ഇപ്പോൾ കേവിക്ക് ഇറങ്ങാനുള്ള വഴിയുണ്ട്. അവിടെയാണ് ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ കാണിച്ചു തരാം. ഇവിടെ എവിടെയോ ഒരു മരത്തിൻ്റെ ചോട്ടിലൊരു കുഴിയുണ്ട്. അത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇത് എവിടെ വെച്ചിട്ട് പശുവിനെ പിടിച്ച്. അയ്യോ, സോംബി ഉണ്ടോ? ആരടാ അത്? പന്നി. ഇവിടെ പന്നി സ്പോണറുണ്ടോ? നീ പറയാൻ പറ്റൂല. നമ്മൾ ബോ യൂസ് ചെയ്തിട്ടേ ഇല്ല, ഉണ്ടാക്കി അങ്ങനെ വെച്ചേർക്ക. അത് മെൻഡിങ് ചെയ്താണ് തോന്നണു, കൃത്യമായി ഓർമ്മയില്ല. ഓ, കോള് ഒരു സ്റ്റേക്കറ്റ്. ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം ഇവിടെ കയറാനുള്ള വഴി ഉണ്ടാക്കി. ഡയമണ്ട്. പക്ഷെ ഇതും കൊണ്ട് കിട്ടില്ല. അയൺ പിക്കാക്സ് പോയി എടുത്തിട്ട് വരണം. അയൺ പിക്കാക്സ് തന്നെ ഉണ്ടാക്കിക്കൂടെ. ഇനി അയൺ കൊണ്ട് വേറെ പണിയൊന്നും ഇല്ലല്ലോ. ഇനിയിപ്പോൾ തന്നെ അല്ലേ വേണ്ടല്ലോ ഫ്ലിൻറ്റും സാധനങ്ങളും. ഇനിയിപ്പോൾ ഇനി അയൺ വേറെ ടൂൾസൊന്നും ഇനി നമുക്ക് കാലാകാലം മാറ്റേണ്ടി വരില്ല. സ്ഥിര ടൂൾസ് തന്നെ. ഇനി ടൂൾസിൻ്റെ കാര്യത്തിൽ അങ്ങനെ തീരുമാനമായി. ഇത് സെറ്റ് ചെയ്യണം. ഇത് ഷിയറിങ് കൊണ്ടേ നടക്കുന്നുള്ളൂ. ഇനി വൂൾ സ്പോണർ സെറ്റ് ചെയ്യണം. ആക്സ് എടുത്തിട്ട് നമുക്ക് ഇനിയിപ്പോൾ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ഇനിയിപ്പോൾ നമുക്ക് ഫ്രീയാ. പണിയില്ലാന്നല്ല, അധികം വലിയ ടാസ്കുകളൊന്നുമില്ല. സർവൈവ് ചെയ്യാനുള്ളതായി, റീസ്പോണുമായി. ഇനി നമ്മൾ കണ്ടുപിടിക്കാനുള്ളത് നെതറിൽ പോയിട്ട് പണിയെടുക്കണം. ഒത്തിരി നെതറിക്ക് വലിയ ടൂൾസൊന്നും ഇല്ലാണ്ട് പോയിട്ട്, അതിപ്പോൾ സ്റ്റോൺ ടൂൾസും കൊണ്ട് പോയാൽ ലൈഫ് പറഞ്ഞൊക്കെ എടുത്തിട്ട് അവിടെ പോയാൽ മതി. നെതറിൽ ആകെ വേണ്ടി വരുന്ന ഒരു പിക്കാക്സ്, നെതർ ബ്ലോക്ക് എടുക്കാൻ. പിന്നെന്താ, നമ്മുടെ വീട് കാണുന്ന നല്ല രസമൊക്കെ ഉണ്ട്. പക്ഷെ പെട്ടെന്ന് കണ്ട അറിയും. അതിൽ ആ റെഡ് മഷ്റൂമിൻ്റെ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മഷ്റൂം കിട്ടുമോയെന്നറിയില്ല. ഇരുട്ടായോ?
അത് ഷെയ്ഡറിൻ്റെ ആണോ അറിയില്ല. ഈ സ്വിച്ച് ഒന്ന് മാറ്റാനുള്ള അടുത്ത വീഡിയോ തന്നെ ചെയ്യണം. ഇനി നമുക്ക് എന്താ സെറ്റ് ചെയ്യേണ്ടതെന്ന് എന്തൊക്കെയോ ഉണ്ട്. കുറേ മാപ്പ് സെറ്റ് ചെയ്യണം. ഒരു ഫുഡ് ഒരു ഫുഡും ഒരു പിക്കൽസും ഒരു സോഡും വെച്ചിട്ട് ഞാൻ പോകുന്നത് നെതറിലേക്ക്. ഇവിടുന്ന് അങ്ങോട്ടാണോ ഇനി പോകേണ്ടത് അറിയില്ല കേട്ടോ. അയ്യോ, എങ്ങനെ പോയാലും ചത്തു കഴിഞ്ഞാൽ നമ്മൾ നമ്മൾ മാക്സിമം ടൂൾസ് പോകാണ്ട് ഈ സാധനം കുറച്ച് കളക്ട് ചെയ്യണം. പോർട്ടലിൻ്റെ അടുത്ത് തന്നെ ഉണ്ട് ഇത്. എന്താ കേവോ? 18 ഇതെന്താ സാധനം? ഗോൾഡാണോ? ഗ്ലോ ഡസ്റ്റ്. എന്തിനെങ്കിലൊക്കെ ഉപകാരപ്പെടും. ഇതിനെ ബ്ലോക്ക് ആക്കാൻ എന്താണോ ചെയ്യുക? നെതർ ബ്ലോക്കും കുറച്ച് കളക്ട് ചെയ്യാം. ഒരു വെറൈറ്റി അല്ലേ. നെതറിൽ കിട്ടേണ്ടതൊക്കെ നമ്മൾ മുതലാക്കണം. എന്നാലൊരു 5-6 മണിക്കൂറോളം 2 മണിക്കൂർ കണ്ടിന്യൂസും ബാക്കി അല്ലാണ്ടെയും ഇരുന്നിട്ടാണ് ഞാൻ ഇങ്ങനെ ഡയമണ്ട് കണ്ടുപിടിച്ചത്. ഞാൻ ഒരു മാപ്പിൽ ഇത്ര പെട്ടെന്നൊന്നും ഡയമണ്ട് കണ്ടുപിടിച്ചിട്ടില്ല. കാരണം ഇത് ഇന്നലെ തുടങ്ങിയ മാപ്പാണ് ലെറ്റ്സ് പ്ലേൻ്റെ. ഇന്നലെ നമുക്ക് തുടങ്ങിയപ്പോൾ നമ്മൾ സ്റ്റോൺ എടുക്കുന്നതിന് മുമ്പ് കിട്ടിയതായാണ്. അപ്പം തന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു ഈ മാപ്പ് ഒരു രാശിയുള്ള മാപ്പാണെന്ന്. പറഞ്ഞത് അതുപോലെ തന്നെ ആയി. ഇനി നമുക്കിവിടെ ബ്ലോക്ക് കൊടുക്കാം. ശരിക്കും നല്ലൊരു വൂൾ സ്പോണർ കിട്ടിയ ബെഡ് ഉണ്ടാക്കുക, കൊണ്ടുവരിക, വെക്കുക. TNT പൊട്ടിക്കണേക്കാട്ടിലും ലാഭം അതാണ്. TNTക്ക് സ്വിച്ച് വേണം, ഞെക്കണം. ബെഡ് വെറുതെ വെച്ചാൽ മതി. ബെഡാകുമ്പോൾ നല്ല പവറും കിട്ടും. നെതറിലതാണ് നല്ലത്. വൂളാണ് നല്ലത്. റീപ്പറിൻ്റെ അടുത്ത് പോയി റിസ്ക് എടുക്കും വേണ്ട. അല്ല, എനിക്ക് വേറൊരു സംശയം. നമ്മുടെ ഇവിടെ എർത്തിൽ പിക്കാക്സിൻ്റെ കാര്യത്തിൽ തീരുമാനമായി. മെല്ലെ വീട്ടിൽ പോവാം. പിന്നെ വീടെത്തി. ഇത്ര വലിയ നെതർ പോർട്ടല. ഇരുട്ടായി. ഈ സാധനം വെച്ചിട്ട് ഇപ്പം എന്താ ചെയ്യാൻ പറ്റുകയാണോ? എന്തോ ഡസ്റ്റാണ്. ക്രാഫ്റ്റിംഗ് ടേബിൾ എവിടെ? എന്നാ ഉണ്ടാക്കിക്കോളേ. ബ്ലോക്ക് ഉണ്ടാക്കി വെക്കാം. ഞാൻ ഒരെണ്ണേ ബാക്കിയുള്ളൂ, അതെടുത്ത് വയ്ക്കാം. അത് നമുക്ക് ഈ സാധനത്തിൽ ഇവിടെ വയ്ക്കാം. ബ്ലോക്ക് ഒരെണ്ണത്തിൽ വയ്ക്കാം. ബ്ലോക്ക് ഒരെണ്ണമായിരിക്കട്ടെ. ഇനി നമുക്ക് പുറത്ത് ലൈറ്റിനുള്ള സോഴ്സുമായി. സാധാ ലൈറ്റ് മാറ്റിയിട്ട് ലൈറ്റുമായി, വേലിയായി, മൊത്തത്തിൽ നമ്മളുടെ സെറ്റപ്പ് റിച്ചായി ഗൈസ്. നമ്മൾ റിച്ചാണ്. റിച്ച് പീപ്പിൾ. യെസ് ഗൈസ്, നല്ല വൃത്തിയായി വന്നിട്ടുണ്ട് ഇത്. ഈ 2 ബ്ലോക്കും കൂടി ഉണ്ട്. അതെവിടെ വയ്ക്കും? 1 2. നമ്മുടെ പിക്കാക്സിൻ്റെ കാര്യത്തിൽ തീരുമാനമായി. അത് നമുക്ക് ശരിയാക്കാം. ഇതുണ്ടോ വ്യൂ ഒക്കെ കണ്ട? നമുക്ക് എവിടെ പോയാലും രാത്രി ആണെങ്കിൽ നമ്മുടെ ബേസ് സിമ്പിളായി കണ്ടുപിടിക്കാം. ഇങ്ങോട്ട് ചാടിയിട്ട് കയറലാണ് ഇനി ടഫാവുക മിക്കവാറും.
എനിക്ക് തോന്നുന്നു 3 കിട്ടി. ഇനി ഒരെണ്ണം അതന്നെ ഗൈസ്. ഇനി ഇത് ശരിയാക്കണമെങ്കിൽ അത് വേണം. നെതർ ബ്ലോക്ക് ഒരെണ്ണം വെച്ചോ. യെസ് ഗൈസ്. സ്വിച്ച് സാധാ ഡോറാക്കണോ? പക്ഷെ അതിന് സേഫ്റ്റി കുറവാകും കേട്ടോ. ഇതിലൊരെണ്ണുണ്ടാവും. ഡസ്റ്റ് 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 എവിടെ? അതൊരെണ്ണം വെച്ചാണല്ലോ. ധൈര്യം വെച്ചു, കുഴപ്പമില്ല. എന്നാൽ ഇത് ജസ്റ്റിൽ വെച്ചോ. ഇനി നമ്മൾ കടന്നുറങ്ങാം. അതിന് മുമ്പ് ഒരു ഫുഡും നാളെ പോയിട്ടൊരു പിക്കാക്സ് ഉണ്ടാക്കാം. ഡയമണ്ട് നമുക്ക് എപ്പോഴും ഉപയോഗിക്കേണ്ട ഗൈസ്. അത് ഡയമണ്ട് വല്ലപ്പോഴും ബെഡ് റോക്കിലോ എവിടെയെങ്കിലുമൊക്കെ യൂസ് ചെയ്താൽ മതി. സ്റ്റെപ്പ് മൈനിങ് ഒക്കെ ചെയ്യുമ്പോൾ അങ്ങനെ ഉപയോഗിക്കുകയാണെങ്കിൽ അതിന് കുറേ കാലം നമുക്ക് ഉപയോഗിക്കാം, അല്ലെങ്കിലും കുറേ കാലം ഉപയോഗിക്കാം. ഇതൊന്നും തുറക്കാതെ അപ്പോഴൊക്കെ തുറക്കണേ. ആഹാ, എന്തൊരു മനോഹാരിത. ഇവിടെ അലങ്കരിക്കണം, വേണ്ട. കിട്ടിയില്ല മൂഞ്ചി. ഈ സ്വിച്ച് തീരെ പിടിക്കുന്നില്ല, പെട്ടെന്ന് അടയും ചെയ്യും. ഇനി ഞാൻ ആക്സ് എടുക്കുന്നു, ജോലിക്ക് പോകുന്നു. ആക്സ് അല്ല, പിക്കാക്സ് എടുത്തിട്ട്. ഇനി വുഡ് പിക്കാക്സ് ഒന്നും ആവശ്യമില്ല നമുക്ക്. ഇനി നമുക്ക് മൊത്തം ലക്ഷറിയാണ്. പക്ഷേ വുഡൊക്കെ വെറുതെ ഇരിക്കല്ലേ, നമുക്ക് പോയിട്ട് വുഡ് കൊണ്ട് മൈൻ ചെയ്തിട്ട് വരാം. ആ ഡയമണ്ട് ഒരു ബ്ലോക്ക് അവിടെ ഇരിക്കുന്നുണ്ട്, അത് എടുക്കണമെങ്കിൽ ഡയമണ്ട് പിക്കാക്സ് പോലെ. ഇതാണ് ഗൈസ് നമ്മൾ ആദ്യം പണ്ട് പോയാർന്ന വഴി. അതിതല്ലേ? ഇതാണ് തോന്നുന്നു. അല്ല, പണ്ട് പോയാർന്ന വഴി അപ്പുറത്താണ്, ഇതാണ് ഇപ്പോഴത്തെ വഴി. അതെ ഗൈസ്, ഇവിടെയാണ് ഡയമണ്ട്. ഇവിടെ നിന്നൊക്കെ ഡയമണ്ട് കിട്ടിയ ഈ ഒരു ഭാഗത്ത്. ഇവിടെ നിന്ന് മൈൻ ചെയ്താൽ ചിലപ്പോൾ കിട്ടും. അയ്യോ, അയൺ. മോനെ സോംബി വാടാ, സോംബി മോനെ സോംബി വാട വാട മോനെ വാട. നീ എങ്ങോട്ടാ? കുറെ കാലയിലൊക്കെ കണ്ടിട്ട്. XPD അവിടെ നിന്ന് ഇങ്ങോട്ട് വരാൻ മാത്രമേ പറ്റൂ തോന്നുന്നു. അയണുണ്ട്, അയൺ കുറച്ച് വന്നെടുക്കണം. സ്റ്റോൺ പിക്കാക്സ് വേണം ആദ്യം. സ്റ്റോൺ പിക്കാക്സ്. അപ്പം നിങ്ങൾ വിചാരിക്കണ്ടാവും എനിക്ക് ഡയമണ്ട് കിട്ടിയില്ല, ഇനിയിപ്പോൾ എന്താ പേടിക്കാനുള്ള 30 കയ്യിലില്ലേ. അപ്പം നിനക്ക് എന്തുകൊണ്ട് ഡയമണ്ട് പുറത്തെടുത്തോടാണ്? എടുക്കാൻ പ്രശ്നം ഉണ്ടായിട്ടൊന്നുമല്ല. ഡയമണ്ട് അവിടെ ഇരുന്നോട്ട് വെച്ചിട്ടാണ്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. 8 കാലിയുടെ ശബ്ദം കുഴപ്പമില്ല, നമുക്ക് തീർത്തിട്ട് പോവാം. ഞാരൊക്കെ കണ്ട് തീർക്കാനുള്ള വെച്ചാൽ അവരൊക്കെ കണ്ട് തീർത്തിട്ട് തല്ലൊക്കെ തീർന്നിട്ട് നമുക്ക് പോവാം വീട്ടിലേക്ക്. എന്ന് പിന്നെ ഞാൻ ആ മൈൻഡിലാണ് വന്നത്, നാരെയൊക്കെ വെച്ചാൽ കണ്ട് പണിയൊക്കെ തീർത്തിട്ട് പോകാറുണ്ട്. യെസ്, ഇനി 2 വഴിയുണ്ട്. ഇതാണ് മേലേക്ക് പോകാനുള്ള വഴി. ആട്. യെസ് ഗൈസ്, ആടിനെ കിട്ടി. ആടിന് ആദ്യം തന്നെ അടി. രണ്ടാമത്തെ കൊണ്ടു. ഇത്ര നല്ല കൊണ്ടു. അത് നമുക്കിനി കയറാനുള്ളൊരു വഴി കണ്ടുപിടിക്കണം. ധാടാ അയൺ. അടാ, എത്ര അയണാടാ, ഇതൊന്നും ഞാൻ കണ്ടില്ല. ഇവിടെ എന്തായാലും നമുക്ക് ഈ മാപ്പിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, മാപ്പ് ഒരു ഐശ്വര്യമായ മാപ്പാണ്. അതെ, ഈ കേവേ ഞാൻ കാണുന്നത് ഇവിടെ അടുത്തത്
ഇവിടെ എനിക്ക് മിക്കവാറും അടുത്തായിട്ട് തന്നെ ഒരു സ്പോണർ കിട്ടാൻ സാധ്യതയുണ്ട്. കാരണം ഇപ്പോൾ ഒരു പശു സ്പോണർ കണ്ടു. സ്പോണർ ഉണ്ടാക്കാൻ പറ്റുമോ? വലിയ എൻഡർമാൻ സ്പോണറൊക്കെ കിട്ടണം. ഓ, മാപ്പിനുള്ളത് കണ്ടുപിടിക്കാൻ പോകും. ഷുഗർ കെയിൻ. ഇനി നമ്മുടെ ലക്ഷ്യം അതാണ് ഗൈസ്, ഷുഗർ കെയിൻ. അതിനെ ബോൺ മീൽ ചെയ്തിട്ട് നമ്മൾ കൂടുതൽ ഷുഗർ കെയിൻ ആക്കണം. സ്റ്റീക്ക് ഇപ്പം കഴിക്കണം, അവിടെ കുറച്ചും കൂടി വിശക്കട്ടെ. ഇതാണ് എനിക്ക് പറ്റാത്ത ഗൈസ്. ഓ ഗൈസ്, നമുക്കിനി ഇത് തുറക്കാം. തുറക്ക് അമ്മോ. ഇനി നമുക്ക് ഇതൊക്കെ ഇവിടെ വയ്ക്കാം. പോയ സാധനം
വ്യൂ വേറെ ഇങ്ങോട്ട് കിടക്കണേ. അതല്ലേ ഞാനും വിചാരിച്ചു എന്തെങ്ങനെ പോകണമെന്ന്. ബോട്ട് നമുക്ക് കെട്ടി നിർത്തണം എവിടെയെങ്കിലും. ഈ ഐലൻഡിൽ നിർത്തണം, നമ്മുടെ അങ്ങോട്ട് കയറ്റണോ? നമ്മുടെ അവിടെ എവിടെയെങ്കിലും ഇടുമായിരിക്കും നല്ലത്. ബോട്ട് പോവില്ല എന്ന് വിചാരിക്കുന്നു. ഡീസ്പോണായി പോവൊന്നുമില്ല. അപ്പം പിന്നെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. എൻ്റെ അമ്മോ, സ്പൈഡർ പിന്നാലെ ഉണ്ടാവുന്നൊരു സംശയം. കോണി വെച്ചാൽ കൊണ്ട് സ്പൈഡറിന് വരാൻ പറ്റുന്നുണ്ടാവില്ല. പോയി കടന്നുറങ്ങട്ടെ, അതാണ് മെയിൻ. യെസ്, നമ്മളിതാ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ പോവാം. ഇപ്പോൾ ഇന്ന് ഷുഗർ കെയിൻ ഫിറ്റ് ചെയ്യണം. നമ്മുടെ ബേസിൻ്റെ മേലെ ഫിറ്റ് ചെയ്താലോ? ബേസിൻ്റെ മേലെ ഉദ്ദേശിച്ചത് എന്തായാലും നമുക്ക് താഴെ പോയി ഡർട്ട് എടുത്തിട്ട് വരണം. ഡർട്ട് ഇവിടെ നിന്ന് എടുക്കലേക്കാട്ടിൽ എനിക്ക് തോന്നുന്നത് അപ്പുറത്തുനിന്ന് ഐലൻഡിൽ പോയി എടുത്തിട്ട് വരാം. അവിടുത്തെ ഡർട്ടാകുമ്പോൾ അല്ലെങ്കിൽ ഇവിടുത്തെ എടുക്കാം, വെള്ളത്തിൻ്റെ അടിയത്തെ. വെള്ളത്തിൻ്റെ അടിയിൽ ഒരു ബ്ലോക്ക് പൊട്ടിക്കുമ്പോഴേക്കും നമ്മുടെ ലൈഫൊക്കെ പോവും. അതുകൊണ്ട് നമുക്ക് ഈ പൊട്ടിക്കാം. പുറത്തെ വേഗം കിട്ടും, വെള്ളത്തിൻ്റെ അടിയത്താണ് കിട്ടാത്തത്. യെസ് ഗൈസ്, എന്താ കിട്ടാത്തത്? യെസ്, 3 ഉണ്ട്. അതൊക്കെ മതിയായിരിക്കും. ഇനി ബാക്കി നമുക്ക് ബോൺ മീൽ ചെയ്തിട്ട് റെഡിയാക്കാം. ഇനി നമ്മുടെ ഇതിൻ്റെ മേലേക്കൊരു സ്റ്റെയർ കേസ് റെഡിയാക്കണം. ഇതിവിടെ വെച്ചാൽ കറക്റ്റായി. ഇനി നമുക്കിവിടെ ഡർട്ട് ഫിറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി അയ്യോ, ഹോ ഇല്ല. ഹോ വേണ്ടേ? ഹോ ഉണ്ടെങ്കിലാണ് കാര്യം നടക്കൂ. ഡയമണ്ട് ഹോ ഉണ്ടോ അതിൽ? ഉണ്ടാക്കിയോന്ന് എനിക്ക് തന്നെ അറിയില്ല. അതിനുള്ള ഡയമണ്ടൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഒരു സ്റ്റാക്കിൽ കൂടുതൽ അത്രയ്ക്ക് ഡയമണ്ട് ഉണ്ടായിരുന്നു. അതായത് അതുണ്ടെങ്കിൽ ഉണ്ടാക്കാൻ പറ്റൂ. ഞാനൊരു കില്ലാടി ആയതുകൊണ്ട് നടന്നു. സ്റ്റിക്ക് അവിടെ. സ്റ്റിക്കും ഇനി കുറച്ച് സ്റ്റോൺ കൊടുക്കുക, കോബ്ലർ സ്റ്റോൺ. ഇതുണ്ടോ, നമ്മൾ ഈ ബക്കറ്റുകളിൽ ലാവ നിറച്ച് കൊണ്ടുവന്നിട്ടൊക്കെയാണ് ചെയ്തത്. ക്രാഫ്റ്റിംഗ് ടേബിൾ, ഹോ റെഡി. പോവാം. സ്റ്റിക്ക് വെക്കട്ടെ ആദ്യം. പോവാ ബാക്ക്. നമ്മുടെ ബേസിന് മേലേക്ക് കയറാനുള്ള വഴി റെഡി. ഹോ എടുത്തിട്ട് ഇനി ഷുഗർ കെയിൻ എടുത്തിട്ട് ഇങ്ങനെ. ഷുഗർ കെയിനിൻ്റെ വയ്ക്കാൻ പറ്റാത്ത അതപ്പോഴേക്ക് ഇങ്ങനത്തെയോ? ഷുഗർ കെയിനിൻ്റെ വയ്ക്കാൻ പറ്റാത്ത ഒന്നും കൂടി ഹോ ചെയ്ത് നോക്കണോ? ഷുഗർ കെയിൻ വെക്കാൻ പറ്റില്ലേ? ഷുഗർ കെയിൻ ഇത് വെക്കാൻ നോക്ക്. ഷുഗർ കെയിൻ വെക്കാൻ പറ്റില്ല. സാധാ ഡർട്ട് മാത്രമേ വെച്ച് നോക്കണമെന്ന്. അത് ചെയ്ത് നോക്കാം. വെള്ളം വേണ്ടി വരും ഷുഗർ കെയിന്. വെറുതെ അല്ല. ഇപ്പോൾ വീണ വെള്ളമുള്ളിടത്തോട്ട് വെക്കാലോ. ഇറങ്ങടാ താഴത്തേക്ക്. നമുക്കിതാ ആ ഐലൻഡ് നമ്മുടെ ഷുഗർ കെയിൻ ഐലൻഡായി പ്രഖ്യാപിക്കാം. ഇവിടെ നടാം ഷുഗർ കെയിൻ. യെസ് ഗൈസ്, ഷുഗർ കെയിൻ നട്ടു. ഇനി ബോൺ മീൽ ചെയ്യണം. സ്കെലട്ടനെ കണ്ടുപിടിക്കണം. അതിന്
ഞാൻ ഒരു ഷവൽ ഉണ്ടാക്കിയിട്ട് ഇവിടെ പാത്തൊക്കെ സെറ്റ് ചെയ്യണം. ഒക്കെ ബേസ് വൃത്തിയാക്കണം. എൻ്റെ കൂടെ എന്താണ് അതൊക്കെ പിന്നെ ചെയ്യാം. യെസ്, ഇനി ഇങ്ങനെ 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 ഇനിയും എന്താ വേണ്ടേ, സ്കെൽറ്റനെ കണ്ടുപിടിക്കാൻ പോകണം. ടൂളെടുക്ക്. ഹോ മാത്രമാണ് ഇപ്പോൾ വേണ്ടത്. ഹോ മാറ്റി വെച്ചു. ടാറ്റ ബേസിനോട് കുറച്ച് നേരത്തേക്ക് വിട പറയാണ്. ഫുഡ് കുറവായി. സ്റ്റീക്ക് അവിടെ വെച്ചിട്ട് പോവാം. റെഡി. ഇനി സ്കെലട്ടനെ കണ്ടുപിടിക്കണമെങ്കിൽ സാധാരണ സ്കെലട്ടൻ നമ്മൾ ഇങ്ങോട്ട് വന്ന് കണ്ടുപിടിക്കുകയില്ല. ഇതിപ്പോൾ നമ്മൾ സ്കെലട്ടനെ മടയിൽ പോയി കണ്ടുപിടിക്കണം. ഒരു മട കിട്ടി. പക്ഷെ ഇത് കോഴിയുടെ മടയാണോ സ്കെലട്ടൻ്റെ മടയാണോ എന്ന് അറിയില്ല. അപ്പോൾ നമുക്ക് ഇവിടുന്ന് മുങ്ങാം. ഓ എൻ്റെ നെഞ്ച 1 മിനിറ്റത്തേക്ക് വന്നതായി. കാരണം ഒന്ന് നേരെ ചാടിയത് അയക്കാം. ഇത് നമുക്ക് റിസ്ക് എന്നൊരു റിസ്ക് അല്ല ഗൈസ്. സ്കെലട്ടനെ കിട്ടാൻ ഇപ്പം എന്താ ചെയ്യുക? മേലെന്തോ ആഡൊക്കെ വന്നിട്ടുണ്ട്. മുന്നേ സ്കെലട്ട രാത്രി ഇറങ്ങിയ സ്കെലട്ടനെ കിട്ടും. ഇപ്പം നമുക്ക് ബോണ് നമ്മുടെ കയ്യിൽ ചിലപ്പോൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഗൈസ്. ജസ്റ്റ് ഒന്ന് പോയി ചെക്ക് ചെയ്താൽ ചിലപ്പോൾ കിട്ടും. അല്ലെങ്കിൽ നമുക്ക് രാത്രി ആവണ വരെ വെയിറ്റ് ചെയ്യാം. ഷുഗർ കെയിൻ എന്തായാലും കുറച്ച് ഷുഗർ കെയിൻ വെച്ചിട്ട് ചെയ്യുന്നത് മണ്ടത്തരാണ്. നമുക്കിപ്പോൾ എന്ത് ചെയ്യാൻ അറിയോ? ബോൺ മീൽ കണ്ടുപിടിക്കാൻ പോകുന്നതിന് മുമ്പ് ബോട്ട് എടുത്തിട്ട് നമുക്ക് കുറച്ചും കൂടി ഷുഗർ കെയിൻ കണ്ടുപിടിച്ചിട്ട് വരാം. അയ്യോ എൻ്റെ ബോട്ട് ഇതെന്താ അനങ്ങാൻ പറ്റാതെ? പോട്ടെ. യെസ്, പരസ്യത്തിൻ്റെയൊക്കെ നേരം. യെസ് ഗൈസ്, ഇനി നമ്മൾ നേരെ ഷുഗർ കെയിൻ ഇന്നലെ കിട്ടിയടത്തേക്ക് തന്നെ വീണ്ടും പോവാണ്. ഈ ഏരിയയിലായിട്ട് സോംബി വിത്ത് ക്രീപ്പർ. നമുക്കൊന്ന് ചുറ്റിപ്പോയി നോക്കാം. വ്യൂ ആകെപ്പാടെ തെറ്റി. ഇവിടെ കുടുങ്ങി. ഇനി നമുക്ക് ഇവിടെയൊക്കെ പോയിട്ട് ചുറ്റിക്കറങ്ങിയിട്ട് കുറച്ചും കൂടി ഷുഗർ കെയിൻ കൊണ്ടുപിടിക്കണം. ഇവിടെ മിക്കവാറും ഉണ്ടാവും. ഷുഗർ കെയിൻ ഇല്ലാണ്ടിരിക്കൊന്നുമില്ല, എവിടെയെങ്കിലുമൊക്കെ ആയിട്ടുണ്ടാവും. ഡെസേർട്ടല്ലേ, ഡെസേർട്ടിൽ വെള്ളമുള്ളോട് ഉറപ്പായും ഷുഗർ കെയിൻ ഞാൻ കാണലുണ്ട്. അയ്യോ സോംബി ചത്തോ? ചത്തു തന്നെ തോന്നുന്നു. തിരിക്കാൻ പറ്റുന്നില്ല. ഇപ്പം ഞാൻ ബോട്ടിലല്ലേ ഇരിക്കണേ. ഇപ്പുറത്തെ സൈഡും കൂടെ ഒന്നും കൂടി നോക്കിയിട്ട് വരാം. എങ്ങാനും ബിരിയാണി കിട്ടിയാലോ. അയ്യോ വഴി ആകെപ്പാടെ മാറിയിട്ടോ. എനിക്ക് ഇത് നമ്മുടെ ഐലൻഡ് അല്ലേ? ഒന്ന് തിരിഞ്ഞതാണ്, അപ്പോൾ വഴി മാറി. ഇങ്ങനത്തെ ഓരോ പരസ്യങ്ങൾ വരുന്നതൊക്കെ ഇഷ്ടമല്ലാത്തത്. ഇവിടെയും കൂടി നോക്കിയിട്ട് പോവാം. എന്തായാലും ഇന്ന് രാവിലെ വേറെ പണിയൊന്നുമില്ല.
ഉള്ളൊരു പണി എന്താണെന്ന് വെച്ചാൽ ഡയമണ്ട് എടുക്കണം. അത് ഞാൻ ഇന്നലെയും വിചാരിച്ചു, ഇന്നും വിചാരിച്ചു, പക്ഷെ നടന്നില്ല. ഉണ്ടായ സംഭവം. അയ്യോ, വന്ന് ചാടിയെന്ന് നേരെ കേവിക്ക്. എന്തോ ഭാഗ്യം കൊണ്ട് ഞാൻ കേവിൽ വീണില്ല, അത്രയേ ഉള്ളൂ. അതൊക്കെ നമ്മുടെ ശ്രദ്ധയുടേതാണ്. ആ കാണുന്നത് ഷുഗർ കെയിൻ ആണോ? ഇവിടെ ഒന്ന് നോക്കാം. യെസ്, ഷുഗർ കെയിൻ കിട്ടി തോന്നുന്നു. ഷുഗർ കെയിൻ ആണെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ നമ്മൾ പെട്ടു. വഴി ഇതാ കിട്ടി ഷുഗർ കെയിൻ. അപ്പോൾ ഇവിടെ അടുത്തുണ്ടാവും അപ്പോൾ ഷുഗർ കെയിൻ. ഇനി ഈ ഏരിയയിൽ വന്ന് കിട്ടാൻ പറഞ്ഞില്ല, അപ്പോഴേക്ക് കിട്ടി. അതാണ് ഗൈസ്, 4 ഒരെണ്ണത്തിൽ തന്നെ കിട്ടി. അപ്പോൾ ഇതിന്ന് നമുക്ക് 5, 6, 7 കിട്ടി. ഇനി നമുക്ക് ഇതും കൂടി കൊണ്ടുപോകാം. എന്നിട്ട് നമ്മുടെ ആ ഷുഗർ കെയിൻ ഐലൻഡിൽ കൊണ്ടുപോയി നടാം. അപ്പോൾ ഇതും കൂടി കൂട്ടത്തിലെടുത്തിട്ട് പോവാം. എന്തായാലും വന്നില്ലേ, അത് നാളെ വന്ന് എടുക്കാതിരിക്കും നല്ലത്. കാരണം ഇപ്പോൾ ബോട്ടിൽ പോവാൻ നല്ലത്. ഫുഡും കുറഞ്ഞു, രാത്രിയായി. ഇനി ഇവിടെ നിൽക്കേണ്ട റിസ്ക്കാണ്. രാത്രി നമുക്ക് നീസിൽ സ്ഥലം വിടാം. ഈ ബോട്ട് എവിടെ? ബോട്ട് കാണല്ലേ? കിട്ടി. വേഗം ബോട്ട് കയറി. ഈ ബോട്ട് എന്താ നീങ്ങാത്തെ? നമ്മുടെ ഐലൻഡ് അവിടെ കാണുന്നുണ്ട്. നമ്മുടെ ബേസ്. ഒരു കോമ്പസ് എടുത്ത് കൈ പിടിക്കാൻ നല്ലത്. എൻ്റെ കയ്യിൽ കോമ്പസ് ഉണ്ട്. എന്നിട്ട് ഞാൻ എന്താ നോക്കണം ഇങ്ങനെ. അപ്പോൾ ഗൈസ്, പിന്നെ ഇന്നത്തെ വീഡിയോ ഒത്തിരി ലാഗായി എന്നറിയാം. എങ്കിലും നമ്മൾ വിചാരിച്ച സംഭവങ്ങൾ ചിലതൊക്കെ നടന്നു കിട്ടി. ഇതിവിടെ നിർത്തി ബോട്ട്. ഇവിടെ നമുക്ക് ഷുഗർ കെയിൻ നടലാണ് മെയിൻ, അത് മതി. ഇവിടെ ഷുഗർ കെയിൻ നട്ടിട്ട് നിറയെ വന്നു കഴിഞ്ഞാൽ നമുക്ക് തന്നെ അത് ഗുണം. ഒരെണ്ണം അതിൻ്റെ മേലെ ആയോ? അത് പൊട്ടിച്ചെടുക്ക്. പിന്നെ നിങ്ങൾ മസ്റ്റായി ട്രൈ ചെയ്ത് നോക്കേണ്ട ഗെയിമാണ് ഗൈസ് മിനിക്രാഫ്റ്റ്. മൈൻക്രാഫ്റ്റിൻ്റെ അതേപോലെ തന്നെ എല്ലാം ഉണ്ട്. കുറച്ച് സാധനങ്ങൾ പുതിയ അപ്ഡേറ്റിൽ വരണേ ഉള്ളൂ, അങ്ങോട്ട് വന്നാൽ റെഡി. മൈൻക്രാഫ്റ്റ് മൊബൈലിൽ കളിക്കാനുള്ളവർ, അതായത് ജാവ എഡിഷൻ മൊബൈലിൽ കളിക്കാൻ പറ്റില്ലല്ലോ, അതങ്ങനെ കളിക്കണം എന്ന് വാശിയുള്ളവർ, എന്നെപ്പോലെ വാശിയുള്ളവർ എന്തായാലും തപ്പി നടക്കുന്നുണ്ടാവും ഇങ്ങനത്തെ ഒരു ഗെയിം. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയുള്ള ഗെയിമാണ് മിനിക്രാഫ്റ്റ്. അത് നിങ്ങൾക്ക് PC യിലും കളിക്കാം, മൊബൈലിലും കളിക്കാം. പിന്നെ ഫ്രീ ആണ്, അതാണ് വേറെ ഒരു. നാളെ രാവിലെ നമുക്ക് ബാക്കി ഷുഗർ കെയിനും കൂടി തട്ടിയിട്ട് വരാം. വാടാ പോവാം. ഫുഡ് എടുക്ക്, ഒരു സ്റ്റിക്ക് മതി. റെഡി, ഐ ആം റെഡി. വീണേറെ ഞാൻ എങ്ങോട്ടൊക്കെ കൺട്രോൾ ഇല്ലാണ്ട് പോണ്. ഇനി നേരെ ഐലൻഡ് കോമ്പസ് എടുക്കാൻ വന്നു. കോമ്പസ് വെച്ചിട്ട് നമുക്ക് നമ്മുടെ ബേസ് കണ്ടുപിടിച്ച് നോക്കുക കൂടി വേണമല്ലോ. നമ്മൾ ശരിക്കും ഇത്ര കഷ്ടപ്പെടുന്ന ഒരു മാപ്പ് ഉണ്ടാക്കാൻ 1 അല്ല 4 നമ്മുടെ ബേസിൻ്റെ ചുറ്റും ഉള്ള വിഷ്വൽസൊക്കെ നമുക്ക് പറയണം. നമ്മുടെ ബേസ് കാണുകയാണോ മാപ്പിൽ? കാണേണ്ടതാണ്. കോമ്പസ് എവിടെ? കോമ്പസ് എവിടെടാ? ഈ 5 ഉണ്ട് ഗൈസ് നമ്മുടെ കയ്യിൽ. എന്നിട്ടാണ് ഞാൻ അതായിട്ട് എന്തായാലും നമ്മൾ കോമ്പസ് കയ്യിൽ വെക്കണ്ടേ. എവിടെ നോക്കിയാലും നമ്മുടെ ബേസ് തന്നെ അതിൽ കാണിക്കണത് തോന്നണു. ഇനി ബോട്ടിൽ പോയാൽ അത് ശരിക്കും മനസ്സിലാവുക. പോവാ, വ്യൂ കറക്റ്റാക്കി വയ്ക്കുക, ഓടിക്കുക.
നേരെ വിടുക. ഇവിടെ എന്തായാലും ഇതാവുമ്പോഴേക്കും നമുക്ക് അവിടെ പോയിട്ട് അതൊക്കെ റെഡിയാകാം. സോംബികളൊന്നും ഡീസ്പോൺ ആയിട്ടുണ്ടാവില്ല, അതാണ് വേറൊരു പ്രശ്നം. സോംബികൾ ഡീസ്പോൺ ആയില്ലെങ്കിൽ നമുക്ക് വേറെ പ്രശ്നമൊന്നുമില്ല പ്രത്യേകിച്ച്. പക്ഷേ അവന്മാർ വെറുതെ ഒന്ന് ശല്യം ചെയ്യും നമ്മളെ. അപ്പം നമ്മൾ അവന്മാരെ കൊല്ലാനുള്ള സെറ്റപ്പൊക്കെ ചെയ്ത് വെക്കണം. അവിടെ ആയിട്ടാണ് നമ്മൾ ഇന്നലെ വന്ന സ്ഥലം. അവിടെ ഷുഗർ കെയിൻ അത്യാവശ്യം ഉണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. ഇതൊരു പന്നിക്കുട്ടൻ ഇവിടെയാണോ? അത് നമ്മളത് കഴിഞ്ഞു വന്നു. ഈ അത് കഴിഞ്ഞിട്ടൊന്നും ഉണ്ടാവില്ല. ഇതൊരു 5000 ബ്ലോക്ക് അല്ലേ 2000 ബ്ലോക്ക് ദൂരം ഉണ്ടാവും. അവിടെ ആയിട്ടാണ് തോന്നുന്നു. യെസ് ഗൈസ്, നമ്മൾ ഇന്നലെ വന്ന സ്ഥലം ഇവിടെ എവിടെയാണ്? ആദ്യം കുഴി. ഇത് സ്ഥലം മാറി ഗൈസ്. പറഞ്ഞില്ല, എനിക്ക് ചെറുതായി തോന്നി, പക്ഷെ ഞാൻ വിചാരിച്ചില്ല അത്ര. തിരിക്ക് ഇതാ അവിടെ ആയിട്ട്. ഇവിടെ അടുത്ത് തന്നെയാണ്, വലിയ ദൂരം വ്യത്യാസമൊന്നുമില്ല. ഇതാ ഷുഗർ കെയിൻ കിട്ടി, നമുക്ക് വേണ്ടത് അതല്ലേ. ഇതാ നിൽക്കുന്ന സാധനം പോകുന്നു വെട്ടുന്നു. ഇതാ ഗൈസ്, ആവശ്യത്തിന് ഷുഗർ കെയിൻ നമ്മൾ കണ്ടുപിടിച്ചാൽ ഇതുകൊണ്ട് നമുക്ക് എന്തായാലും മാപ്പ് ഉണ്ടാക്കാം. ഷുഗർ കെയിൻ കൊണ്ട് എങ്ങനെ മാപ്പ് ഉണ്ടാക്കാമെന്ന് അറിയില്ല, പക്ഷേ ഈ പീസുകൾ ഉപയോഗിച്ചിട്ട് മാപ്പ് ഉണ്ടാക്കാം. മനസ്സിലായോ? അത് ഇത് നമ്മൾ നടാനല്ല എടുക്കണം. ഒരെണ്ണം കിട്ടിയുള്ളൂ, 2 എണ്ണോ? ഒരെണ്ണം കൂടി ഉണ്ടാവണം. 3 എണ്ണമെങ്കിലും മിനിമം വേണ്ടേ? 3 എണ്ണം ഉണ്ട്. 1 2 പോവാം. ബോട്ട് എവിടെ? ബോട്ടും കൊണ്ട് ഇങ്ങോട്ട് വരണം. ശരിക്കും ബോട്ട് ഇവിടെ നിർത്തി, ഇവിടെ എവിടെയാണ് നിർത്തി. ബോട്ട് എവിടെ? എൻ്റെ ബോട്ട്, വെർ ഈസ് മൈ ബോട്ട്? കേട്ടോ കേൾക്കോ ക്ലിങ് നിൽക്കട്ടോ. കോമ്പസ് എടുത്തിട്ട് നമ്മുടെ ബേസിക്ക് സ്ട്രെയിറ്റ് അതിൽ കാണിക്കണേ. എൻ്റെ പൊന്നോ, ആർക്കറിയാം ബേസ് എവിടെയാണ്? വഴി തെറ്റിയോന്ന് നല്ല സംശയം കേട്ടോ ഗൈസ്. ഇങ്ങോട്ടായിരിക്കും മിക്കവാറും. നമുക്കൊരു 2000 ബ്ലോക്ക് പോയി നോക്കാം, എന്നിട്ട് അതിൽ മാറ്റം ഉണ്ടെങ്കിൽ നമുക്ക് തിരിച്ച് പോവാം. എനിക്ക് സ്ഥലം മനസ്സിലാവുന്നില്ല. അതാണ് ബോട്ടും കൊണ്ട് വന്നുള്ള ഒരു പ്രശ്നം. നമുക്ക് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ് ഗൈസ്. അപ്പോൾ ഇതിൻ്റെ അടുത്ത പാർട്ടായിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അപ്പോൾ ടാറ്റ, ഗുഡ് ബൈ.